പുസ്തകത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സബ്ജക്റ്റുകളാണല്ലോ ഇന്നേ പൽക്കാലം ഞാൻ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ക്രിസ്ത്യാനിറ്റി മറ്റുള്ള മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു മാർഗമാണ്. എല്ലാവരും ഇതിനെ ഒരു മതമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും വേദപുസ്തകത്തിൽ ഇതൊരു മതമായി പറഞ്ഞിട്ടില്ല. ഇതൊരു മാർഗമായിട്ടാണ് പറഞ്ഞത്. ഇതൊരു വഴി. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അഥേനയിൽ ചെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ മാർഗം. അപ്പൊ ഇതൊരു പ്രത്യേക മാർഗം, ഇതൊരു ദവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മറ്റുള്ള മതങ്ങളിൽ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവര് മോക്ഷം പ്രാപിക്കുക, അല്ലെങ്കിൽ മരിച്ച ശേഷം അവർക്ക് ഒരു ഭാവിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഓരോ മതത്തിനും അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്താണ് അവരതിന് യോഗ്യരാകുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അത് വിശ്വാസത്തിന്റെ മാർഗമാണ്. വിശ്വാസം കൂടാതെ യാതൊന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല. അത് നമുക്കറിയാമെങ്കിലും നാം അതിന് അത്രമാത്രം പ്രസക്തി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിന്റെ നടുവിൽ നാം ജീവിക്കുമ്പോൾ പൊതുവെ നാമും മറ്റവരെ പോലെ ആയിത്തീരും. ഇന്നതൊക്കെ ചെയ്താൽ, ഇന്നതൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് എന്തോ കിട്ടുമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ഒരു പൈതൽ ജനിക്കുമ്പോൾ അതിനെ ആദ്യമായി കൊണ്ടുപോയി സ്നാനം അല്ലെങ്കിൽ മാമോദിസ മുക്കും. കാരണം അത് ചെയ്തില്ലെങ്കിൽ ക്രിസ്ത്യാനിയാകില്ല എന്നുള്ള ചിന്തയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ? സ്നാനപ്പെടാതെ ആദ്യമായി കർത്താവ് പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ വ്യക്തി സ്നാനപ്പെടാതാണ് പോയത്. അപ്പോൾ സ്നാനം കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്? സ്വർഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് സ്നാനം വേണ്ട എന്നല്ല. അതുകൂടാതെ സ്നാനപ്പെടാത്ത കോടാനുകോടി കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ കാണും. കാരണം യേശു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ചത് കൊണ്ട് ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളും സ്വർഗത്തിൽ കടന്നു പോകും. അതിന് കാരണം യേശു ക്രിസ്തു നാം വിശ്വസിക്കുന്ന മനുഷ്യ സ്വഭാവമായ പാപം, അഥവാ ജന്മനാൽ നമുക്ക് ലഭിച്ച പാപ സ്വഭാവം, അതിന്റെ കാരണക്കാരനാമല്ല. അത് ആദം പാപം ചെയ്ത് ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെടുത്തിയതിനാൽ അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതിന് നാം ഉത്തരവാദികൾ. നാം ഒരു വിക്റ്റിമാണ്. അപ്പോൾ നാം വിക്റ്റിമായി നരകത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു സർവ്വലോകത്തിന്റെ ഈ പാപത്തെ ചുമന്നൊഴിച്ചത്. അപ്പോൾ ഒരു കുഞ്ഞ് അതിന് നന്മയോ തിന്മയോ തിരിച്ചറിയുവാൻ കഴിയുന്നതിന് മുൻപേ മരിച്ചു പോയാൽ അത് പാപസംബന്ധമായി യാതൊന്നും അതിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാത്തതിനാണ്. യേശു ക്രിസ്തു നാം പറയുന്ന ജന്മപാപം എന്ന് പറഞ്ഞാൽ ജന്മനാൽ നമുക്ക് കിട്ടിയ ആ സ്വഭാവത്തിന്റെ ഫലമായി നരകത്തിൽ പോകാതിരിപ്പാൻ എല്ലാം യേശു ചെയ്തു, സകലതും നിവർത്തിച്ചു. എന്നാൽ പിന്നെ എന്തിനാണ് നാം കർത്താവിൽ വിശ്വസിക്കേണ്ടത്? അത് ഒറ്റ കാരണത്താലാണ്. മനുഷ്യന് തന്റെ നീതിപ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയാത്തതിനാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിതം പരമയാഗമായി അർപ്പിച്ച യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് രക്ഷയുണ്ട്. കാരണം ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ മരിച്ചത് കൊണ്ട് അതിനറിയനായ വ്യക്തി വേറെ ആരുമല്ലാത്തതിനാൽ യേശു പാപമില്ലാത്തവനായി കന്യകയിൽ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് ഊനമില്ലാത്ത കുഞ്ഞാടിനെ പോലെ അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? വിശ്വാസത്താണ്. വേദപുസ്തകത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. ഒന്നും വിശ്വാസം കൂടാതെ ലഭിക്കുന്നില്ല. ഇതാണ് ക്രിസ്ത്യ പ്രമാണം. നാം ദൈവത്തിന്റെ മക്കളാകുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. അല്ലാതെ ഒരു മാർഗവുമില്ല. അതിന് ആധാരമായി വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നമ്മുടെ
യേശു ക്രിസ്തുവിന്റെ കൃപയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ പടി. ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് വരുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും ഈ ലോകത്തിൽ പറയാറുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. അപ്പോൾ അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് വിശ്വാസം എന്നതിനെ തെറ്റിദ്ധരിച്ചാണ്. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വളരെ സ്പഷ്ടമായി നാം വിശ്വസിക്കുന്നത് പോലെ ഏതെങ്കിലും വിശ്വാസമോ നമ്മുടെ എന്തെങ്കിലും വിശ്വാസമോ രക്ഷിക്കയില്ല. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അതിന്റെ 21 മലയാളത്തിൽ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. എന്താ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, But now the righteousness of God apart from the law is revealed, being witnessed by the law and the prophets. Even the righteousness of God through faith in Jesus Christ. In Jesus Christ. Faith in Jesus Christ. എന്തോ ചെയ്യുന്നു? നമ്മെ രക്ഷിക്കുന്നു, നീതീകരിക്കുന്നു. അപ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ലോകം മുഴുവൻ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ യേശുവിന്റെ അടുക്കലേക്ക് പല വ്യക്തികളും വന്ന് സൗഖ്യം പ്രാപിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തപ്പോൾ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ഒരു സ്ത്രീ വിശ്വസിച്ചു എന്ന് അത് ചെയ്തപ്പോൾ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു അരുളി ചെയ്തു. അപ്പോൾ അവളുടെ വിശ്വാസം അതായിരുന്നു, യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിക്കും എന്നുള്ളതായിരുന്നു. യേശു ക്രിസ്തു മറ്റ് പലരോടും ചോദിച്ചു, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടെയും യേശുവിനെയാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ കടന്നു വന്നപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസം അവരവരെ രക്ഷിക്കുമെന്ന് ഉള്ള തെറ്റിദ്ധാരണ ലോകം മുഴുവൻ പരന്നിരിക്കുകയാണ്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരും അവരുടെ വിശ്വാസമാണ്, അതവരെ രക്ഷിക്കും. അങ്ങനെ ആയിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നായിരുന്നു. എന്താ യേശു പറഞ്ഞത്? എനിക്ക് മുമ്പായി വന്നവരെല്ലാം കള്ളനും കവർച്ചക്കാരുമാകുന്നു, ഞാൻ തന്നെ വാതിലാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അത് കേട്ടതായ അപ്പോസ്തലന്മാർ അവരുടെ ജീവിതത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ, അഥവാ നിത്യമരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ആത്മാവിന്റെ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വേറൊരിടത്ത് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ യേശു വന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അപ്പോൾ യേശു അത് പറഞ്ഞു, അപ്പോസ്തലന്മാർക്ക് അത് ഗ്രഹിച്ചിട്ട് അവരത് പഠിപ്പിച്ചു. അതുകൊണ്ട് ഏതെങ്കിലും വിശ്വാസത്തിൽ അല്ല രക്ഷ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയെന്ന് വേദപുസ്തകം ശക്തിയുക്തം പഠിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനികളെ 21 പ്രാവശ്യം വിശ്വാസികളെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നാം എല്ലാവരും പറയും വിശ്വാസികളാണ്, വേറെ ആരും അത് പറയാറില്ല. ആരെ? വിശ്വാസികളാണ്. ഇപ്പോൾ ഒരു വ്യക്തി വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു എന്ന് ബോധ്യമുള്ളവനെ അവനവനെ തന്നെ വിശ്വാസി എന്ന് സംബോധന ചെയ്യാറുള്ളൂ. ഇന്ന് ലോകത്തിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും വീണ്ടും ജനന അനുഭവം പ്രാപിച്ചു അത് പ്രാപിക്കാതെ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പഠിപ്പിക്കുന്ന ദൈവജനങ്ങളെന്ന് തങ്ങളെ തന്നെ വിളിക്കുന്ന കൂട്ടര് മാത്രമേ വിശ്വാസികൾ എന്ന് പറയാറുള്ളൂ.
എല്ലാവരും ഓരോന്നിലും വിശ്വസിക്കല്ലേ? പക്ഷെ അവരാരും അങ്ങനെ പറയാറില്ല. കാരണം വേദപുസ്തകത്തിൽ 21 പ്രാവശ്യം വിശ്വാസികൾ എന്ന് യേശു ക്രിസ്തുവിന്റെ അനുഗാമികളെ വിളിച്ചിട്ടുണ്ട്. സഭയിൽ കടന്നു വരുന്നവരെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ എടുത്തിരിക്കുന്ന പേരാണ് വിശ്വാസികൾ. അത് കേൾക്കുന്ന ഉടനെ മറ്റു മതത്തിന്റെ വിശ്വാസികളാണെന്ന് ആരും തെറ്റിദ്ധരിക്കാറില്ല. അത് ഇതുപോലെയാണ്. നമ്മൾ പറയുന്നു, കല്യാണം കഴിച്ചതിന് പകരം കൊച്ചിനെ കെട്ടിച്ചോയത്. പെന്തക്കോസ്തുകാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് മലയാളികളായ പെന്തക്കോസ്തുകാരായ നാം കെട്ടിക്കാറില്ല. എന്ന് വെച്ചാൽ മിന്നു കെട്ടാറില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിക്കുക എന്നുള്ള പദമുണ്ടായിരിക്കുന്നത്. കെട്ടുക, പുരുഷൻ ചെന്ന് സ്ത്രീയുടെ കഴുത്തിൽ ഒരു താലി കെട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടുക. ഇതിൽ നിന്നാണ് ആ പദമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം വിവാഹം എന്നുള്ള അർത്ഥമാണ് കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ. നാം കെട്ടിച്ചോ എന്ന് ചോദിച്ചാൽ, എന്റെ പശുവിനെ കെട്ടിച്ച്, അല്ലെങ്കിൽ അതിനെ ഞാൻ പറമ്പിൽ കൊണ്ട് കെട്ടി എന്നൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? ഇല്ല. അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, വിവാഹം കഴിച്ചോ കഴിച്ചില്ലയോ. അതിന്റെ കാരണം അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നെങ്കിലും ഇന്ന് കെട്ടിക്കാതിരിക്കുന്ന, വെറും മോതിരമിടുന്ന, വെറും കൈ പിടിപ്പിക്കുന്ന, ഉഭയസമ്മതനം പറയുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. കെട്ടിച്ചോ എന്ന് ചോദിച്ചാൽ. എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികൾ എന്ന് പറയുന്ന ഉടനെ ലോകം മുഴുവൻ ഒരുപോലെ അറിയുന്നു ഇവരാരും വിശ്വസിക്കുന്നവരാണ്, യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനും ഒരു സംശയമില്ല. അതിന് പകരമായി നിൽക്കുന്ന ഒരു പദമാണ് വിശ്വാസി എന്ന്. എന്തുകൊണ്ടാണ് ഈ പദം ഉണ്ടായിരിക്കുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് വേദപുസ്തകം അടിച്ചുറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തീയ പ്രമാണത്തിൽ സകലതും പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. ദൈവമുണ്ട് എന്ന് പോലും നാം വിശ്വാസത്തിലാണ് അറിയുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നു? എബ്രായ ലേഖനം 11:6 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും, ഇങ്ങനെ തുടങ്ങുന്നത് അല്ലെ? ആ ദൈവം പ്രതിഫലം തരുന്നവനാണെന്ന് വിശ്വസിച്ചും കൊണ്ട് അവനെ അന്വേഷിക്കുന്ന അതുവരിലാണ് ദൈവപ്രസാദം. ആ വാക്യം ഒന്ന് വായിച്ച്. നമുക്കറിയാമെങ്കിലും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. 1, 2. അപ്പോൾ എന്താ ചെയ്യണം? ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. പിന്നെ അത് വിശ്വസിക്കേണ്ടതല്ലോ. ഇതാണ് അടിസ്ഥാന തത്വം. അതുകൊണ്ടാണ് വേദപുസ്തകം എഴുതി തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ എല്ലാം ഒരു ദൈവം ഉണ്ട് എന്ന് എഴുതി തെളിയിക്കണമായിരുന്നു. എന്നാൽ ഉള്ള ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ചുകൊണ്ടാണ് ആദിയിൽ ദൈവം. അപ്പോൾ ദൈവം അവിടെ ഉണ്ട്. അത് നമ്മൾ വിശ്വസിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ ഫോൺ വന്നു എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്കറിയാം ആരെങ്കിലും മറുസൈഡിലുണ്ട്. കാരണം അല്ലാതെ സംഭവിക്കില്ല. ഫോൺ ഒരാൾ വിളിച്ചു എന്ന് പറയുമ്പോൾ ആരെങ്കിലും മറുസൈഡിൽ നിന്ന് വിളിച്ചു എന്ന് നാം ഊഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി നാം പറയുന്നിടങ്ങളിലൊക്കെ ഒരു വ്യക്തിയായി പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന, എല്ലായിടത്തും ഉള്ള, എല്ലാം അറിയുന്ന, എല്ലാം ചെയ്യുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവം ഉണ്ട് എന്ന് നാം വിശ്വസിക്കുക. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന തത്വം. ആ വിശ്വാസം കൂടാതെ ദൈവമുണ്ട് എന്ന് നമുക്കറിയില്ല. തൊട്ട് ദൈവത്തെ നോക്കുവാൻ പോകുന്നവർക്ക് ദൈവമുണ്ടെന്ന് അറിയില്ല. വേറെ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ ഗ്രഹിപ്പാൻ കഴിയില്ല. ഈ വിശ്വാസത്തിന്റെ പ്രമാണത്തിലാണ് ദൈവത്തിലുള്ള വിശ്വാസം ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് കണ്ടിട്ടല്ല. ഇവിടെ ഒരു വിഗ്രഹവുമില്ല, ഇവിടെ ഒരു പടവുമില്ല, ഇവിടെ യാതൊന്നും നാം വെക്കാത്തതിന്റെ കാരണം ദൈവം ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. മറ്റു പള്ളികളിൽ ചെന്നാൽ ഒരു കുരിശെങ്കിലും കാണും. കാരണം എന്തെങ്കിലും ഒരു പ്രതീകം അവിടെ ഉണ്ടായിരിക്കണം. അമ്പലങ്ങളിൽ പോയാൽ അവിടെ എന്തെങ്കിലും കാണും. മോസ്കിൽ ചെന്നാൽ അവരുടേതായ വിഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് അവരുടേതായ പ്രത്യേക സ്ഥലത്ത് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അവിടെ ദൈവം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. നമ്മൾക്ക് എവിടെയായിരുന്നാലും ദൈവം നമ്മുടെ ഇടയിലേക്ക് വരികയാണെന്നുള്ള വിശ്വാസമാണ്. നാം ഒരു സ്ഥലത്ത് പോയി ദൈവത്തെ കാണുകയല്ല, നാം ആയിരിക്കുന്നിടത്ത്
ദൈവം കടന്നു വരികയാണെന്നുള്ള വിശ്വാസമാണ്. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റുള്ളവർക്ക് അവിടെ ചെന്നാലേ ആ പ്രത്യേക സ്ഥലത്ത് ചെല്ലണം, ഒന്നേ യെരൂശലേമിൽ ചെല്ലണം, അല്ലെങ്കിൽ പിന്നെ മക്കയിൽ പോകണം, അവിടെ പ്രത്യേകതയുണ്ട് എന്നാണ് ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നത്. എന്നാൽ നാം വിശ്വസിക്കുന്നത് എവിടെ നാം ആയിരിക്കുന്നുവോ അവിടെ കടന്നു വരുന്ന ഒരു ദൈവം. ഒരു ദൈവമുണ്ട്, ആ ദൈവം ഞാൻ ആയിരിക്കുന്നിടത്തുണ്ട്, അവൻ എനിക്ക് പ്രതിഫലം തരും. അങ്ങനെ വിശ്വസിക്കണം. അപ്പോൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ എന്തുള്ളൂ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വിശ്വാസം ഇല്ലാതെ നമ്മൾ എന്തു ചെയ്താലും എന്താണ്? ഈ വിശ്വാസം കൂടാതെ എന്ത് ചെയ്താലും എന്താ? പാപമാണ്. അങ്ങനെ അത്ര പേര് വിശ്വസിക്കുന്നു. വിശ്വാസം കൂടാതെ എന്ത് ചെയ്താലും അത് പാപമാണ്. അങ്ങനെ വാക്യമുണ്ടോ? നോക്കൂ, വിഷമിക്കണ്ട. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ച്. കാരണം വളരെ വ്യക്തമായി വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാവുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. അടുത്തത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും അത് പാപമത്രേ. എന്തേ? അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. വേറെ ആർക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയുമോ? പറയുകയുമില്ല, അങ്ങനെ ഒരു വിശ്വസിക്കുകയുമില്ല. അപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ് പറയും. അപ്പോൾ വിശ്വാസം എന്നുള്ളത് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായ ഒരു കാര്യമാണ്. വിശ്വാസം കൂടാതെ ദൈവം ഉണ്ടെന്നറിയുന്നില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. വിശ്വാസം കൂടാതെ ഒന്നും ചെയ്താൽ യാതൊരു പ്രയോജനവുമില്ല. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റാണ്. എന്ന് വെച്ചാൽ തിന്നുകയും കുടിക്കുകയും പോലും ദൈവത്തിൽ വിശ്വസിച്ചിട്ട് വേണം തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ. എത്ര ദൈവങ്ങൾക്കതറിയാം? വളരെ ചുരുക്കം പേർക്കേ അറിയത്തുള്ളൂ. എന്തോ വിശ്വാസം? ഈ ദൈവം എനിക്ക് തന്നതാണ്, ഇത് ഞാൻ ഭക്ഷിക്കുമ്പോൾ അവന് നന്ദി കരയറ്റണം. അത് എന്ത് സ്തോത്രത്തോടെ എനിക്ക് കഴിക്കുവാൻ ധൈര്യമുണ്ട്. ഞാൻ അനേക ദൈവമക്കളെ കാണാറുണ്ട്. അവർക്ക് പലതും തിന്നുവാൻ ഭയമാണ്, അല്ലേ? പലതും വാങ്ങി കഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇന്നതുണ്ട്, ശക്തിയുണ്ട്, അന്ധകാരമുണ്ട്, ബന്ധനമുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ചിന്താഗതി. പക്ഷെ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല. ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, മരണകരമായത് നാം അറിയാതെ ഭക്ഷിച്ചാൽ അതുപോലും നമുക്ക് ഹാനി വരുത്താത്ത ഒരു ദൈവത്തിൽ. അതാർക്കാ സംഭവിക്കുന്നത്? അറിയാതെ ഭക്ഷിച്ചാലേ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിച്ചു നോക്കൂ. ആ ചോദ്യത്തിന്റെ മറുപടി അവിടെ എഴുതിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം അത് 16-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നിങ്ങൾക്ക് നടക്കും. വായിച്ച്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അപ്പോൾ പുതുഭാഷയിൽ സംസാരിക്കുന്നത് അറിയാതെ ആണോ? ഭൂതങ്ങളെ പുറത്താക്കുന്നത് അറിയാതെ മാത്രമാണോ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? കൈവച്ചാൽ സൗഖ്യം വരുന്നത് അറിവില്ലാതെയാണോ? അപ്പോൾ മരണകരമായതും അതിന്റെ കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം എന്താ ഒരു പ്രത്യേക ഇന്റർപ്രിട്ടേഷൻ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിനക്ക് മനസ്സാക്ഷി അല്ലെങ്കിൽ നിനക്ക് വിൽ പവർ ഇല്ലെങ്കിൽ നീ സൂക്ഷിച്ചു വേണം കഴിക്കാൻ. ഒരു ബലഹീനമെന്ന് നീ അംഗീകരിച്ചാൽ നീ എന്താ ചെയ്യണം? സൂക്ഷിച്ച് കഴിക്കണം.
അപ്പോൾ കഴിക്കാൻ ഭയമുള്ളവനെ ഞാൻ എന്താ പേര് കൊടുക്കുന്നത്? ആത്മീയ ബലഹീനൻ. അല്ലാതെ അറിയാതെ നിന്നവനല്ല അവൻ. പക്ഷെ നമ്മുടെ ആൾക്കാർ വിശ്വസിക്കുന്ന അങ്ങനെ പറയുന്നവനാണ് ആത്മീയ ശ്രേഷ്ഠൻ. കാരണം അത് തൊടരുത്, ഇത് തിന്നരുത്, അവിടെ പോയിരിക്കരുത്, അങ്ങോട്ട് നോക്കരുത് എന്ന് പറയുന്നവനാണ് ആത്മീയമായി ഉയർന്ന കാഴ്ചപ്പാടുള്ളവൻ. അവനാണ് ആത്മീയത്തിൽ മുതിർന്നിരിക്കുന്നവൻ. അവനാണ് ദർശനം, അവനാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിവുള്ളവൻ, അവനാണ് ആത്മീയ മർമ്മങ്ങളെ പറയുന്നവൻ. പക്ഷെ വേദപുസ്തകം എന്താ പറയുന്നത്? അവൻ ബലഹീനനാണ്, അവനെ വിൽ പവർ ഇല്ല, അവന് വിശ്വാസം കുറവാണ്. അതുകൊണ്ട് അവൻ എല്ലാത്തിനെയും സംശയിക്കുന്നു, എല്ലാത്തിനെയും ഭയപ്പെടുന്നു. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് എന്താ? സകലതും സാധ്യമാണ്. വേദപുസ്തകം പറയുന്നു. അപ്പോൾ ആ വാക്യത്തിന് പ്രസക്തിയും മറ്റൊരു വാക്യം വരുമ്പോൾ ആഡ് ചെയ്യുന്നതും അതും അവിശ്വാസിയുടെ ലക്ഷണമാണ്. അതെ, എന്തല്ല? ശക്തന്റെ ലക്ഷണമല്ല, അതെ ബലഹീനന്റെ ലക്ഷണമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നില്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഭയമാണ്. നമുക്ക് എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, കഴിക്കാനുള്ള ഭയം. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിടത്തില്ല, കാരണം അവരെന്തൊക്കെയാ കൊടുക്കുന്നത് അത് മറ്റുള്ള മതക്കാരുടെ ഇടയിൽ നിന്നാണെങ്കിൽ അവരിലുള്ള ശക്തി ഇങ്ങോട്ട് വ്യാപരിക്കുന്നത്രേ. എന്തോ ഒരു മൗഢ്യമായ ഉദ്ദേശം. ദൈവ പൈതങ്ങളിൽ വസിക്കുന്നത് ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ. നിങ്ങൾ ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്നു, പിതാവിന്റെ കയ്യിൽ നിങ്ങൾ ഇരുന്നാൽ. അപ്പോൾ ചോദിക്കും, ഇരുന്നാലെന്നോ? കർത്താവ് പറയുന്നത്, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുത്തിരിക്കും, അവൻ എന്റെ കയ്യിലിരിക്കുന്നു. നിത്യജീവൻ പ്രാപിച്ചവരൊക്കെ എവിടെ ഇരിക്കുന്നു? ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ആട് എവിടെ ഇരിക്കുന്നു? തോളിലിരിക്കുന്നു. അല്ലേ? അവൻ മടങ്ങി വന്ന് അവന് ഉണർവ് മീറ്റിംഗ് കഴിഞ്ഞ് അവൻ വലിയ ആത്മീയ നിലവാരത്തിൽ കഴിഞ്ഞപ്പോഴല്ല പറഞ്ഞത്, ഞാൻ ഇവന് വേണ്ടി സന്തോഷിക്കുന്നു എന്ന്. എവിടാ വെച്ചോണ്ട് വരുന്നത്? തോളിൽ, കരങ്ങളിൽ. അവരുടെ നടുവിൽ ക്രിസ്തു, അവർക്ക് ചുറ്റും എന്തുണ്ട്? ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണം. അത് ആർക്കേ ലഭിക്കുകയുള്ളൂ? വിശ്വസിക്കുന്നവർക്ക്. അപ്പൊ എന്താ പ്രശ്നം? കർത്താവിൽ എവിടെയിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അവനവനെ ഈ ധൈര്യമില്ല. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി സകലതും എങ്ങനെ വരുന്നു എന്ന വാക്യം നോക്കിക്കോ, വായിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ വളരെ ശക്തമായി ദൈവപ്രവൃത്തി. വിശ്വാസത്താലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന സകലത്തിനും ദൃശ്യമായത് കാണുന്നത് മാത്രമല്ല, ഈ കാണുന്നതൊന്നുമല്ല ഇതിന്റെ കാരണം. പിന്നെന്താ? ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ദൈവവചനത്താൽ. ഈ കാണുന്നത് ഒന്നുമല്ല അതിന് കാരണം. കാണാത്ത അദൃശ്യനായ ദൈവത്തിന്റെ വചനത്താൽ, വാക്കിനാൽ സകലം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ആരുണ്ടാക്കിയതാ? ദൈവം ഉണ്ടാക്കിയതാണ്. അത് നാം വിശ്വസിക്കുന്നു. ഇനിയും 1-ാം വാക്യം എന്താ? വിശ്വാസം എന്ന് പറയുന്നത് നാം ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ നാം എന്ത് ആശിക്കുന്നുവോ അതാണ് വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ 3 വിധത്തിലാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. നാം സാധാരണ വിചാരിക്കും ഈ സ്നേഹം എന്നുള്ള പദമാണ് കൂടുതൽ വേദപുസ്തകത്തിൽ ശക്തമായി പറഞ്ഞിരിക്കുന്നതെന്ന്. അത് എത്ര പ്രാവശ്യമേ ഉള്ളൂ എന്നറിയാമോ? അത് 517 പ്രാവശ്യമേ സ്നേഹം അതിന്റെ വ്യത്യസ്തമായ റൂട്ടിൽ കൂടെ എല്ലാം കൂടെ എടുത്താലും പറഞ്ഞിട്ടുള്ളൂ. 517 പ്രാവശ്യം. പക്ഷേ വിശ്വാസത്തിന്റെ റൂട്ട് വന്നിരിക്കുന്ന 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അത് മൊത്തം പറഞ്ഞിരിക്കുന്നത് 868 പ്രാവശ്യം.
1169 അധ്യായമാണ് വേദപുസ്തകത്തിലുള്ളത്. അപ്പോൾ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരധ്യായത്തിൽ ഇല്ലെങ്കിൽ പോലും 2 അധ്യായത്തിൽ എടുക്കുമ്പോൾ ഒരു പ്രാവശ്യത്തിലധികം പറഞ്ഞിരിക്കുന്നു. അത് ഒരാളിൽ വിശ്വസിക്കുന്ന കാര്യം. പിന്നെ വിശ്വാസം എന്ന് നാം പറയുമ്പോൾ അത് 3 വിധത്തിലാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്, കാരണം ഒരുത്തനിൽ നാം അല്ലെങ്കിൽ വേറൊരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിലുള്ള 2 ഒരു വ്യക്തിയിൽ ഉള്ള വിശ്വാസം. 3 അതിന്റെ ഫലമായ വിശ്വസ്തത. അത് വിശ്വാസത്തിന്റെ കൂട്ടത്തിലാണ്. നാം മൊത്തത്തിൽ വിശ്വസ്തത എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ റൂട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പദമാണ്. അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയാണ് എന്ന് പറയുന്നത് വിശ്വസ്തൻ. അപ്പൊ അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ ശക്തി നാം ഗ്രഹിക്കുന്നില്ല. അപ്പോൾ വിശ്വാസം എന്ന പദം വേദപുസ്തകത്തിൽ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ സകലതും സാധ്യമാണെന്ന് യേശു പറഞ്ഞു. വിശ്വാസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ ചെയ്യുന്നതെല്ലാം പാപം. അങ്ങനെ വേണം. അപ്പോൾ കർത്താവിലുള്ള വിശ്വാസം കൂടാതെ നാം എന്തെങ്കിലും ചെയ്താൽ അതെന്താ? പാപം. അത് തിന്നുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും അതാണ് ഏറ്റവും അധികമായി മനുഷ്യൻ ചെയ്യുന്നത്. ഏറ്റവും വലിയ ആഗ്രഹം എന്താ? തിന്നുക, കുടിക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം. തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ എന്തോ ചെയ്യും? ഒതുങ്ങി 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 ഇല്ലാതാണ്. എന്തെങ്കിലും തിന്നാനും കുടിക്കാനുമാണ് ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യൻ. അതില്ലാതെ അവന് ജീവിക്കുവാൻ കഴിയുകയില്ല. ബാക്കിയുള്ളതൊക്കെ ചെയ്യാതെ ശ്വസിക്കണമെന്നൊന്നും നാം ആഗ്രഹിക്കുന്നത് കാരണം നാം അല്ല ചെയ്യുന്നത്, ആണോ? അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്ന് ശ്വസിക്കണമെന്ന് പറഞ്ഞാലും പോയിരിക്കാറുണ്ട്. കാരണം അതിന് നാം ഒരു പ്രയത്നവും ചെയ്യാറില്ല. എന്നാൽ അങ്ങനെയല്ല, എന്ത് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രമാണം നമുക്ക് വിശ്വാസികൾ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം രക്ഷ എന്നുള്ളത് വിശ്വാസത്തിലാണ്. പിന്നെ നാം കുറ്റമല്ലാത്തവരെന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ നീതീകരണം. അതാണ് കുറ്റമല്ലാത്തവരെന്ന് പ്രഖ്യാപിച്ചതിനാണ് നീതീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ കുറ്റക്കാരനെന്ന് ഒരാളെ സംശയിച്ച് കോടതിയിൽ കൊണ്ടുവരും. അവനെ വിസ്തരിച്ചിട്ട് അവിടെ പ്രസ്താവിക്കുന്നതാണ് എന്ത്? ഒന്നുകിൽ ഇവൻ കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഇവൻ കുറ്റരഹിതൻ എന്ന് വെച്ചാൽ തെറ്റില്ലാത്തവൻ. ഒരു പദം പറഞ്ഞാൽ നിർദോഷി. അപ്പൊ അതാണ് നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് വേറെ കണ്ടായിരിക്കുന്നു. ഇവൻ എന്തില്ല? ഇവനെ കുറ്റക്കാരനല്ലെന്ന് ഡിക്ലെയർ ചെയ്തത് ദൈവം തമ്പുരാനാണ്. എങ്ങനെ? റോമാലേഖനം 5:1 അവിടെ പറഞ്ഞിരിക്കുക. വായിച്ച് വേഗം വായിക്കണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. എന്ന് വെച്ചാൽ നാം ദൈവത്തിന് മുൻപിൽ കുറ്റക്കാരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, പിന്നെയും ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എന്താ? ഇവന്റെ കുറ്റം യേശു ഏറ്റെടുത്തത് കൊണ്ട്, യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എന്നെ കുറ്റ വിമുക്തനാക്കി മാറ്റി, ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ഡയറക്റ്റ് കയറി ചെല്ലാം. ആ വാൾ വീണ് കഴിഞ്ഞു. എവിടെ? ഏദൻ തോട്ടത്തിൽ കെരൂബുകളെ കാവലാക്കി വെച്ച വാള്, അത് യേശുവിൽ വീണത് കൊണ്ട് ഇനി വാളില്ല. എനിക്ക് സ്ട്രൈറ്റ് കയറി ചെല്ലാം. ഞാൻ ചെയ്ത തെറ്റ്, അതിന്റെ കുറ്റം യേശു വഹിച്ചതിനാൽ എന്നെ കുറ്റവിമുക്തനായി എന്തോ ചെയ്തു? ഡിക്ലെയർ ചെയ്തു. അത് എന്തിലാണ്? വിശ്വാസത്താൽ. അപ്പോൾ രക്ഷ വിശ്വാസത്തിലാണ്. നീതീകരണം വിശ്വാസത്തിലാണ്. ഇനി വിശുദ്ധീകരണമോ? അത് വിശ്വാസത്താലാണ്. വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 9.
26:18 അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 9 വളരെ വ്യക്തമായി പറഞ്ഞു. എന്താ? അത്രയും മതി. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. ഇനിയും 26:18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും എന്താ? ലഭിക്കേണ്ടതിന്. അത്രയും മതി നമ്മുടെ വിഷയം. നമുക്ക് ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്തുകൂടെ കിട്ടാൻ? അവകാശവും ലഭിക്കുവാൻ. അപ്പോൾ ശുദ്ധീകരിക്കുകയും അതിന്റെ ഫലമായ അവകാശം ലഭിക്കുന്നതും വിശ്വാസത്തിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എല്ലാം കൊണ്ടും എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാ കാര്യവും ലഭിക്കുന്നത്. ആയതിനാൽ നമ്മെ വിശ്വാസികൾ എന്ന് വിളിക്കുന്ന ഉടനെ അതിന്റെ അർത്ഥം അതാണ്. ഇനിയും നമുക്ക് ദൈവത്തിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലുന്നത് എങ്ങനെയാ? എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. വളരെ വേഗം വേദപുസ്തകം എടുക്കണം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവനിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം? കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരാളുമായി ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇപ്പോൾ കർത്താവ് വന്നാൽ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു. അതെങ്ങനെ പറയാൻ കഴിയും? അതാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, എത്ര നാൾ ആഗ്രഹിക്കണം? അതറിയില്ല. ഉത്തരമില്ലാത്ത ചോദ്യം. എന്താ? അപ്പോൾ അത് പിന്നീടേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, കർമ്മത്തിൽ കൂടെ എന്തെങ്കിലും മരിച്ച ശേഷം ചെയ്താലാണോ? അങ്ങനെയും സാധിക്കും. എന്താ ഞങ്ങളുടെ സഭ പഠിപ്പിക്കുക? ഞാൻ ചോദിച്ചു, എത്ര പ്രാവശ്യം ചെയ്യണം? അതിന് ഉത്തരമില്ല. ഒരു കാര്യം നമ്മളൊരു കാര്യം ചെയ്യുന്ന ഉടനെ അതിനൊരു അവസാനമുണ്ട്. മോർഗേജ് 30 വർഷം, 20 വർഷം, 15 വർഷം. 30-ാമത്തെ വർഷം അടച്ചു കഴിയുമ്പോൾ പിന്നാലെയായി നമ്മുടേതായി ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. 15 വർഷം അടച്ചു കഴിയുമ്പോൾ നമ്മുടേതാണ്. പക്ഷെ ഇതിനൊരു അർത്ഥവുമില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പറയാം, അടച്ചോണ്ടിരി എന്ന് പറഞ്ഞ ആരെങ്കിലും ഇതിനെ ചെയ്യും. ഇതാണ് അവരുടെ കർമ്മമാർഗത്തിൽ അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഉറപ്പില്ല, മരിച്ച ശേഷം ഉറപ്പില്ല. എന്ന് വെച്ചാൽ എന്താ? അവരെ എങ്ങോട്ട് വിടുന്നു? ഉത്തരമില്ലാത്ത ജീവിതത്തിന്റെ അവസ്ഥയിലേക്കാണ് ക്രിസ്ത്യ സമൂഹങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ഞാൻ ഒരു അനുഭവം പ്രാപിക്കാത്തവർക്ക് ഉണ്ടാകുന്ന ഗതിയാണ്. ഒരിക്കലും ഉത്തരം കിട്ടാത്ത പ്രവൃത്തി ചെയ്ത് ജീവിക്കുക. ഇപ്പോഴും ഉറപ്പില്ല, വരുന്ന കാലത്ത് ഉറപ്പില്ല. നമുക്കുള്ള ഉറപ്പെന്താ? വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവസന്നിധാനത്തിൽ എന്തുണ്ട്? പൂർണ്ണ ധൈര്യത്തോട് പ്രവേശനമുണ്ട്. ഇതാണ് പ്രവേശനം. ധൈര്യത്തോട് ദൈവസന്നിധാനത്തിലുണ്ട്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മളിൽ വസിക്കുന്നു എന്നെങ്ങനെ അറിയുന്നത്? വിശ്വാസത്താൽ. വായിച്ചു എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ 17-ാം വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് അറിയുന്നത്? ക്രിസ്തു വിശ്വാസത്തിൽ. ക്രിസ്തു വിശ്വാസത്തിൽ ക്രിസ്തു നമ്മളിൽ വിശ്വസിക്കുന്നു, ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. അല്ല, ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. അപ്പൊ അതാണ് ക്രിസ്തീയ തത്വത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ ജീവിതം എന്തിലാണ്? കാഴ്ചയാണല്ല, വിശ്വാസത്താൽ. വളരെ ശക്തമായി കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുക, നമ്മുടെ ജീവിതം എന്തിലല്ല? കാണുന്നതിലല്ല, വിശ്വാസത്താൽ. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പലപ്പോഴും നമുക്ക് പലതും സാധിക്കുമോ എന്ന് എങ്ങനെയാ നാം അറിയുന്നത്? എങ്ങനെയാ അറിയുന്നത്? സാഹചര്യം നോക്കി, പോക്കറ്റിലെ മണി നോക്കി, അതല്ല എന്തിന്റെ പേരില? കാണുന്നതിന്റെ പേര്. എത്ര പേർക്ക് ധൈര്യമായി പറയാൻ കഴിയും, എന്റെ ജീവൻ കാഴ്ചയാണല്ല, സാധ്യതകളുടെ അടിസ്ഥാനത്തിലല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല,
എന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, എന്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, എന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, എന്റെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ളതിന്റെ പ്രതീക്ഷയിൽ അവരിലുള്ള ആശ്രയത്തിലല്ല. പിന്നെന്താ? വിശ്വാസത്താൽ. ഓ, അത് പറയുന്നവനെ എടാ ഇത് തിയറിയല്ലേ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും റോമാ ലേഖനത്തിലും വളരെ ശക്തിയായി പറഞ്ഞിരിക്കുന്നു, ആര് വിശ്വാസത്തിൽ ജീവിക്കും? എന്റെ നീതിമാൻ. എന്താ? എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം കാഴ്ചയാലല്ലെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഏറ്റെടുക്കണമെങ്കിൽ എന്തായി തീരണം? കർത്താവിൽ നീതീകരിക്കപ്പെട്ട എന്റെ നീതിമാൻ എന്നെ ഉള്ള ഉറപ്പുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ 2-3 വയസ്സായ കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ അവരുടെ അപ്പനെയോ അമ്മയോ എന്റെ അപ്പനാണെന്ന് പറഞ്ഞു നോക്കിക്കേ, എന്റെ അമ്മയാണ് അതെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്തോ കാണാം? അവരെതിർത്തിട്ട് പറയും എന്റെ ആണെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് വളരെ ധൈര്യമുണ്ട്, ഇതെന്റെ അപ്പനാണ്, ഇവൻ വെറുതെ കയറി വന്നോ അല്ലേ. അവൻ പറഞ്ഞിട്ട് നാളെ കൊച്ചു സമ്മതിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പനാണെന്നും പറഞ്ഞ അമ്മയാണെന്നും പറഞ്ഞ അവിടെ അവർ പാർക്കുമോ? പാർക്കുവാൻ അനുവദിക്കുമോ? അവിടെ നിന്ന് ലഭിക്കുമോ? കൊച്ചു പറഞ്ഞിടത്ത് എന്തുണ്ട്? ഉറപ്പുണ്ട്. നമുക്കതുണ്ടോ? അപ്പോൾ ഈ സബ്ജക്റ്റ് ഇവിടെ തീർന്നില്ല. പക്ഷെ ഞാനിവിടെ നിർത്താൻ പോയാണ് നമ്മുടെ സഹായത്തിൽ മുൻപായതുകൊണ്ട്. വിശ്വാസത്താൽ ജീവിക്കുന്ന, പ്രാപിക്കുന്ന, പ്രസാദിപ്പിക്കുന്ന, എല്ലാം നേടിയെടുക്കുന്ന ഒറ്റ തത്വമേ ലോകത്തിലുള്ളൂ. അതെന്താ? ക്രിസ്തീയ മാർഗം. അതിനെ മാർഗമെന്നാണ് പറയുന്നത്. അതിനെ വിശ്വാസത്തിന്റെ പ്രമാണമെന്നാണ് പറയുന്നത്. അത് വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ആധാരം യേശുവാണ്. കാരണം അതുകൂടെ പറഞ്ഞ് നിർത്താം. വിശ്വാസത്തിന്റെ നായകൻ അവനാണ്. അവനാണ് ഇതിനെ പൂർത്തി വരുത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത് വരുന്ന ആഴ്ച നമുക്ക് ചിന്തിക്കാം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം. ബലഹീനയെന്നല്ല, അവനൊരു പരാജയമെന്നല്ല. ആ വിശ്വാസം ഇല്ല എങ്കിൽ നമുക്ക് എപ്പോഴും സംശയമുണ്ടാകും. എന്തോ സംശയം? ഇത് ചെയ്യാമോ, അത് ചെയ്യാമോ, അതിന് ഇറങ്ങി പുറപ്പെടാമോ, എല്ലാം സംശയമായിരിക്കും. അപ്പൊ സംശയവും വിശ്വാസവും തമ്മിൽ ഒരിക്കലും ഒന്നിച്ചു പോകയില്ല. രണ്ടും പാരലായി യാത്ര ചെയ്യും, ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഫലിക്കുന്നത് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം.